മകന്റെയും കഥയാണ്. അച്ഛനും മകനും നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. അങ്ങനെ അച്ഛനൊരു കാറ് വാങ്ങുന്നു. ആ കാറിൽ മകനെ ഇരുത്തിയിട്ട് ബീച്ച് കാണാൻ പോകുന്നു. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകൻ കാറിന്റെ അടുത്തേക്ക് ഓടുന്നു. എന്നിട്ട് ആ കാറിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ദേഷ്യത്തോടെ വന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇരുമ്പിന്റെ കമ്പ് കൊണ്ട് അവൻ കാറിൽ എന്തൊക്കെയോ കുത്തിവരയ്ക്കുന്നു. അച്ഛന് പെട്ടെന്ന് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായി. ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് അവനെ അടിച്ചു എന്ന് മാത്രമല്ല, കുതിരെ അടിച്ചു. ദേഷ്യം മാറുന്നത് വരെ അടിച്ചു. അച്ഛന് ദേഷ്യമൊക്കെ മാറി. പക്ഷെ എന്നിട്ടും മകൻ കരച്ചിൽ നിർത്തുന്നില്ല. കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് വിരലുകളും ഇങ്ങനെ വല്ലാതെ വറക്കുന്നുണ്ട്. ആ കൈ രണ്ട് വിരലുകൾക്കും അവന് വല്ലാത്ത വേദനയുണ്ട്. അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. കുറെ സമയത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ആ രണ്ട് വിരലുകൾക്കും ഇനി സ്വാധീനം ഉണ്ടാവില്ല. അച്ഛന്റെ സങ്കടത്തിന്റെ ആഴം എത്ര വലുതായിരിക്കും. അയാൾ ആ കാറിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് കരയാണ്. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് എന്താണ് അവൻ കാറിൽ കുത്തി വരച്ചത് എന്ന്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അച്ഛന് മനസ്സിലായി അവൻ എഴുതി വെച്ചത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു. അവൻ വേറെ ഒന്നും കുത്തി വരച്ചിട്ടില്ല. അവൻ എഴുതിയത് ഐ ലവ് യു മൈ പപ്പ എന്നായിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് നേരത്തെ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് ആ അച്ഛന് നഷ്ടപ്പെട്ടത്. ഇംഗ്ലീഷിൽ പറയാറുണ്ട് പാസീവ് എമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന്. നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അതിനൊക്കെ കുറച്ചു നേരത്തെ ആയുസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുറച്ചു നേരം കൊണ്ട് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പെർമനന്റ് റിലേഷൻഷിപ്പിനെയാണ്. ബന്ധങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, ഈ 5 മിനിറ്റ് നേരത്തേക്കുള്ളതല്ല. പക്ഷേ ആ 5 മിനിറ്റ് നേരം കൊണ്ട് എന്തൊക്കെയായിരിക്കും മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്.